ഇറാനും ഇസ്രയേലും വെടിനിർത്തലിന് ധാരണയായെന്ന സുപ്രധാന പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 6 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലാകുമെന്ന് ട്രംപ് അറിയിച്ചു. എന്നാൽ ഇറാനും ഇസ്രയേലും ഇക്കാര്യത്തോട് പ്രതികരിച്ചിട്ടില്ല. ടെഹ്റാനിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നുവെന്നാണ് റിപ്പോർട്ട്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് റെജിൽ രാജു ചേരുന്നു. റെജിൽ, ഈയൊരു വാർത്ത എന്ന് പറയുന്നത് ആശ്വാസകരമായ കാര്യമാണ്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നു എന്നത്. പക്ഷേ ഇറാന്റെയോ ഇസ്രായേലിന്റെയോ ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് എത്രത്തോളം ആശ്വാസകരമാണ്? സന്ധ്യ, കഴിഞ്ഞ 11 ദിവസമായി രക്തരൂക്ഷിതമായ ഒരു ഏറ്റുമുട്ടലാണ് നമ്മൾ പശ്ചിമേഷ്യയിൽ കണ്ടത്. അതിന് താൽക്കാലികമായെങ്കിലും പരിഹാരമാകും ഈ പ്രഖ്യാപനം എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. എവിടെയാണ് ചർച്ച നടന്നതെന്നോ അല്ലെങ്കിൽ ആ ചർച്ചയുടെ മാനദണ്ഡങ്ങൾ എന്തായിരുന്നുവെന്നോ എന്നതടക്കമുള്ള ഒരു വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെതായി ഇപ്പോൾ വന്നിരിക്കുന്ന പ്രഖ്യാപനം അതിൽ പറയുന്നത് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് ധാരണയിലെത്തി എന്നുള്ളതാണ്. അതിനപ്പുറമുള്ള ഏതെങ്കിലും രീതിയിലുള്ള എങ്ങനെയാണ് ഈ വെടിനിർത്തൽ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്തായാലും പുറത്തു വന്നിട്ടില്ല. ആദ്യം ഇറാൻ വെടിനിർത്തൽ ധാരണ പിന്തുടരും. അതിനുശേഷം 12 മണിക്കൂറിനുള്ളിൽ തന്നെ ഇസ്രായേലും ഈ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തും. അതോടുകൂടി ഈ യുദ്ധത്തിന് പൂർണ്ണ പരിഹാരമാകും. ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണമോ അല്ലെങ്കിൽ അതിനുശേഷം തുടരുകയില്ല എന്ന് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനോട് ഇതുവരെ ഇസ്രായേലോ അല്ലെങ്കിൽ ഇറാൻ വൃത്തങ്ങളോ പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്നലെ രാത്രിയിലുള്ള ഇറാൻ നേരിട്ട് നടത്തിയിട്ടുള്ള അമേരിക്കൻ വ്യോമതാവളങ്ങളടക്കം ലക്ഷ്യമിട്ട് നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ അത് സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണത്തിന് ഡൊണാൾഡ് ട്രംപ് തയ്യാറായിട്ടുമില്ല. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത്തരമൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യം ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴും ടെഹ്റാനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? സന്ധ്യ, സ്വാഭാവികമായും ആദ്യം ഇറാനാണ് ഈ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തേണ്ടത്. അതിനുശേഷം 12 മണിക്കൂറിന് ശേഷം മാത്രമേ ഇസ്രായേൽ ഈ വെടിനിർത്തൽ ധാരണ പാലിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിൽ അസ്വാഭാവികതയില്ല. പക്ഷേ ഇറാനോ ഇസ്രായേലോ ഈ ഘട്ടത്തിലൊന്നും പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗൾഫ് രാജ്യങ്ങളടക്കം മുൻകൈയെടുത്ത് നടത്തുന്ന ചർച്ചകൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ ഇപ്പോഴത്തെ യുദ്ധത്തിൽ ആ രീതിയിലുള്ള ഏതെങ്കിലും ചർച്ചകൾ നടന്നതായി നമുക്ക് അറിവില്ല. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ അല്ലെങ്കിൽ അമേരിക്ക യുദ്ധത്തിൽ കക്ഷി ചേർന്നതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്ന കാഴ്ചയായിരുന്നു ഇന്നലെ വരെ നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പോൾ അമേരിക്ക നടത്തിയിരിക്കുന്നത് വളരെ നാടകീയമായൊരു നീക്കമാണ്. അത് എത്രത്തോളം വിജയകരമാകും എന്നുള്ളത് വരും മണിക്കൂറുകളിൽ അറിയേണ്ട കാര്യമാണ്. ശരി, റെജിൽ രാജാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വാർത്തകൾ നൽകിയത്. ഇതൊരു സുപ്രധാന വാർത്തയാണ്. അതായത് ഇറാൻ ഇസ്രയേൽ വെടിനിർത്തലിന് ധാരണയായി എന്നൊരു വാർത്ത. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ ഇറാനോ ഇസ്രയേലോ ഇതിൽ പ്രതികരിച്ചിട്ടില്ല എന്നതാണ്. വെടിനിർത്തലിന് മുൻകൈ എടുക്കേണ്ടത് ഇറാനാണ് എന്നതും ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ എക്സ് പോസ്റ്റിൽ സൂചിപ്പിക്കുന്നുണ്ട്.